ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സിമ്പിൾ ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് സബോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഒരു സബോളയും ഒരു തക്കാളിയും 2 പച്ചമുളകും കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക, എങ്കിലേ ഈ ഒരു കൂട്ട് കറക്റ്റായിട്ട് പരുവത്തിന് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ അതുകൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അടുത്തതായി ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലൊരു സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു കൂട്ട് നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടണം. ഒരു 5 മിനിറ്റ് നേരം ആകുമ്പോഴേക്ക് ഈ ഒരു കൂട്ട് നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ടാവും. ഇതാണ് കറക്റ്റ്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അതിനായി ഇവിടെ 1/2 സ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു നുള്ള് പെരിഞ്ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇതിലെ ഈ ഒരു പൊടികളുടെ പച്ചമണം മാറുന്നവരേക്കും 1 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഈ ഒരു പരുവത്തിലാണ് ഇത് വേവിച്ചെടുക്കുന്നതെങ്കിൽ നല്ല പ്രത്യേക ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവും. 1 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്കിതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മസാലയോട് കൂടി തന്നെ ഇത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഒരുപാടിട്ട് വേവിച്ചെടുക്കാതെ ഈ ഒരു മുട്ടയായിട്ട് വെന്തിട്ട് ഒരു കുഴഞ്ഞ പരുവത്തിലാവുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ നല്ല പോലെ ഈ ഒരു മസാലയും മുട്ടയൊക്കെ ആയിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഒരു ഫോർക്ക് സ്പൂൺ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. എത്രത്തോളം നന്നായി അടിച്ചെടുക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് അടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് റസ്ക് ആണ്. ഞാനിവിടെ ഒരു പാക്കറ്റ് റസ്ക് എടുത്തിട്ടുണ്ട്. വളരെ ചെറുതാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു റസ്ക് എടുത്ത് ഈ മുട്ടയിലൊന്ന് മുക്കിയെടുക്കുന്നുണ്ട്. തിരിച്ചും മറിച്ചും ഇതുപോലെ ഇട്ട് നല്ലപോലെ ഒന്ന് മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെച്ച് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കൂട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അത് ആവശ്യത്തിന് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു റസ്ക് കൂടെ എടുത്തിട്ട് നമ്മൾ ഈ ഒരു മുട്ടയിലേക്ക് മുക്കിയെടുക്കുക. എന്നിട്ട് ഇതിന് മുകളിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതാ നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമ്മൾ എത്ര എണ്ണമാണോ റെഡിയാക്കി എടുക്കാനുള്ളത് അത്രയും റെഡിയാക്കി എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരെണ്ണവും കൂടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു റസ്ക് എടുത്ത് ഇവിടെ മുട്ടയിലൊന്ന് മുക്കിയെടുത്തു. എന്നിട്ട് അതിലേക്ക് ആ ഒരു കൂട്ട് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു റസ്ക് എടുത്തിട്ട് ഇതുപോലെ മുട്ടയിലൊന്ന് മുക്കിയെടുത്തിട്ട് അതിന് മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഇനി ചൂടായി വന്ന പാനിലേക്ക് കുറച്ച് എണ്ണയോ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം അതിലേക്ക് ഓരോന്നോരോന്നായി ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഒരുപാട് നേരിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് നേരം മാത്രം ഒന്ന് ഒരു ഭാഗം ചൂടാക്കി എടുത്താൽ മതി. ഇപ്പോൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. എത്ര സമയമാണോ വേവാനായിട്ട് എടുക്കുന്നത് അത്രയും സമയം വരെ ലോ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കുക, എങ്കിലേ എല്ലാം ഒരുപോലെ കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു ഭാഗം ഇതിൻ്റെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമ്മളിത് ഇടയ്ക്കിടയ്ക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു കൂട്ടൊക്കെ നന്നായിട്ട് ആ ഒരു റസ്കിൽ നല്ല പോലെ പിടിച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ ഈ ഒരു റസ്കൊക്കെ മുട്ടയിൽ മുക്കിയെടുത്ത കാരണം ഒരു നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ വേവിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക വെറൈറ്റി ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഞാനിവിടെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഇതൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.